ഞാനൊരു കുറേ കാലമായിട്ട് ആഗ്രഹിക്കുന്നതാണ് ഒരു ഇളനീര് അതിൻ്റെ ടേസ്റ്റോടു കൂടി തന്നെ കഴിക്കണം എന്നുള്ളത്. അങ്ങനെ ഇന്ന് ഇന്ത്യൻ കോഫി ഹൗസിൽ തൃശ്ശൂർ ഞാൻ കയറിയപ്പോൾ രാവിലെ ദോശ കഴിക്കാൻ വേണ്ടി കയറിയത്. ദോശ കഴിക്കാൻ കയറിയപ്പോഴാണ് അവിടെ ഇളനീർ കൂൾ ടെൻഡർ കോക്കനട്ട് വാട്ടർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ബോട്ടിൽ കണ്ടത്. അപ്പോൾ കുറേ കാലമായിട്ട് ഞാനിതിങ്ങനെ ആഗ്രഹിക്കുന്നുണ്ട്, വരണം. ഇതൊന്ന് പണ്ട് എനിക്ക് ഓർമ്മയുണ്ട്, കോഴിക്കോട് ഏതൊരു തിയേറ്ററിൽ ഞാനൊരു ദിവസം പോയ സമയത്ത് ഏതൊരു മാളിലെ തിയേറ്ററാണ്, അവിടെ ഒരു ദിവസം എനിക്ക് കിട്ടിയായിരുന്നു. നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. പിന്നീട് അത് ഞാൻ എവിടെയും കണ്ടിട്ടില്ല. ഒന്നാമത് അതിൻ്റെ പ്രൈസ് ആയിരിക്കാം പ്രശ്നം, ഇച്ചിരി വില കൂടുതലായിരിക്കും. അപ്പോൾ ഇത് കണ്ടപ്പോൾ ജസ്റ്റ് നമുക്കൊന്ന് നോക്കാമെന്ന് കരുതിയിട്ട് ഞാനൊന്ന് വാങ്ങി കുടിച്ച് നോക്കിയതാണ്. ഒരു രക്ഷയില്ല, നല്ല ടേസ്റ്റ്. അത് കുറച്ച് സോഡ കൂടി ഒരു മിക്സ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഒരു എന്താ പറയുക, അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇളനീരിൻ്റെ ഒരു തരിപ്പ് കിട്ടുമല്ലോ, ആ ഫീല് നമുക്കിതിൽ വരുന്നുണ്ട് എന്നുള്ളതാണ്. ഓ നല്ല ടേസ്റ്റ്, അടിപൊളി, ആരും വാങ്ങി കഴിക്കണം. പക്ഷേ 250 മില്ലിയാണ്, 50 രൂപയാണ്. എനിക്കതൊരു നഷ്ടമായിട്ട് തോന്നിയിട്ടില്ല കേട്ടോ. 50 രൂപയ്ക്ക് ഒരിളനീർ വെള്ളം കിട്ടുക എന്ന് പറയുമ്പോൾ അത്ര വലിയ നഷ്ടമൊന്നുമില്ല. നല്ലൊരു ചൂടത്തത് കിട്ടിയാൽ ഭയങ്കര റീഫ്രഷ് ആയിരിക്കും. ഞാൻ ഫസ്റ്റ് ഈ ബോട്ടിലെടുത്ത് നോക്കിയത് ഞാൻ മറ്റേ ഹലാൽ വല്ലതും ഉണ്ടോ എന്നാണ്. ഞാൻ ഇപ്പോൾ അങ്ങനെയാണ്, ഹലാൽ കാണുന്നൊന്നും ഞാൻ കഴിക്കാറില്ല. ഹലാൽ ബോർഡ് വരുന്നത് അങ്ങനെ പരമാവധി അങ്ങോട്ട് ഒഴിവാക്കാറാണ്. പറഞ്ഞിട്ട് മതത്തിൻ്റെ പേരിൽ ഭക്ഷണം കഴിക്കേണ്ടതില്ല എന്നൊരു തീരുമാനമാണ്. ഹലാൽ ബോർഡ് ഉണ്ടോയെന്ന് ഓരോ ഭക്ഷണത്തിൻ്റെ മേലെ നമ്മൾ ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ അതൊന്നും ഇതിൽ കാണാനില്ല. അങ്ങനെ ഇതൊരു കമ്പനി ആർത്താന്ന് പോലും എനിക്കറിയില്ല കേട്ടോ. ഇതൊരു ക്രൈസ്തവൻ്റെ ആയാലും മുസൽമാൻ്റെ ആയാലും ഹൈന്ദവൻ്റെ ആയാലും നമുക്ക് കഴിക്കാൻ പറ്റും. പക്ഷെ അതിൽ മതം കോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ കഴിക്കില്ല, അത്രേ ഉള്ളൂ കേട്ടോ. അല്ലാതെ മുസ്ലിം ഉണ്ടാക്കിയ സാധനം കഴിക്കില്ല എന്ന് അങ്ങനെയൊന്നുമില്ല. മതം കോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കഴിക്കില്ല. അതായത് ഹലാൽ എന്നൊക്കെ പറയുന്ന ഒരു മതത്തിൻ്റെ എന്താ പറയുക, ഒരു വിശ്വാസമാണ് അല്ലേ. അപ്പോൾ അത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ കൊണ്ടുവന്ന് നമ്മളും അത് കഴിക്കണം, ആ വിശ്വാസപ്രകാരം കഴിക്കണം എന്ന് പറയുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. 100 ന്യായങ്ങളായിട്ട് വരും. ഹലാൽ എന്ന് പറയുന്നത് ശുദ്ധമായിട്ടുള്ളതാണ്, അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞിട്ട്. 2 ദിവസം മുമ്പാണ് ഉസ്താദ്, എന്താ പുള്ളിക്കാരൻ്റെ പേര്, വൈദ്യരുണ്ടല്ലോ, പുള്ളിക്കാരൻ്റെ ഒരു വീഡിയോ കണ്ടിരുന്നു. നിങ്ങളുടെ ഭർത്താവ് നിങ്ങൾക്ക് കൊണ്ടുതരുന്ന ഭക്ഷണം ഹലാലാണോ എന്ന് ആദ്യം നോക്കണം എന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും അത് ഇഞ്ച കട്ടിയം കൊണ്ട് തന്നെ ഹലാൽ തന്നെ ആയിരിക്കും. കാരണം ഹലാലാണല്ലോ ചെറുപ്പം മുതലേ നമ്മൾ കഴിക്കണമെന്നും പറഞ്ഞിട്ടുള്ള ഒരു നൃത്തമായിരുന്നു അവിടെ ഉള്ള ആളുകൾക്ക്. പക്ഷെ പുള്ളിക്കാരൻ അതിനൊരു വിവരണം കൊടുക്കുന്നുണ്ട്. അതായത് നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണം ഹലാലാണോ എന്നുള്ളതല്ല, നിങ്ങൾക്ക് കഴിക്കാൻ വാങ്ങിച്ച പണം ഹലാലായതാണോ, ആരെയും പറ്റിക്കാതെയും കട്ടുമുടിക്കാതെയും എന്താ പറയുക ഇങ്ങനെ നശിച്ച വഴിയിലൂടെ ഉണ്ടാക്കാത്തതാണോ എന്നാണ് നിങ്ങൾ ചിന്തിക്കേണ്ടത് എന്ന് പറഞ്ഞു. കറക്റ്റ് ഏതാണ്, നമ്മൾ ഏത് ഭക്ഷണം കഴിക്കുന്നു എന്നല്ല, ആ ഭക്ഷണം കഴിക്കാനുള്ള മാർഗം ഏതാണോ, അത് നല്ലതാണോ എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പോൾ ഞാനിപ്പോൾ ഈ കൂട്ടത്തിൽ പറഞ്ഞു പോയെന്നുള്ളൂ. ഇതിൽ ഞാൻ ആ ബോർഡ് കാണാത്തതുകൊണ്ട് എനിക്ക് അങ്ങനെ ഒന്നും ഫീൽ ചെയ്തില്ല. ഞാൻ ഇപ്പോൾ എല്ലാം അങ്ങനെ നോക്കാറുണ്ട് കേട്ടോ. ഞാൻ അങ്ങനെ 1 രൂപ കൊടുക്കില്ല തീരുമാനിച്ചാളാണ്. എന്നെ അറിയുന്നവരോട് ഞാൻ പറയും 1 രൂപ കൊടുക്കരുത്. മതം കലർത്തിയിട്ട് ഭക്ഷണം കൊണ്ടുവന്നു കഴിഞ്ഞാൽ മുഖം നോക്കി തുപ്പണം എന്നാണ്. വേറൊന്നും നമുക്കത് ചെയ്യാല്ല. അതായത് നമ്മളൊക്കെ ചെറുപ്പം മുതലേ എന്താ പറയുക, എല്ലാവരും ഒരുമിച്ച് ജീവിച്ചവരാണ്. അവിടെ ഒന്നും നമ്മളാരും മതം കലർത്തിയിട്ട് ഫുഡ് കൊടുത്തിട്ടില്ല, എവിടെ ഞാൻ കണ്ടിട്ടില്ല എവിടെ. അപ്പോൾ അത് വേണ്ടാന്നങ്ങ് വെച്ചു, അത്രേ ഉള്ളൂ. വേറെ പ്രത്യേകിച്ച് ഒന്നുമില്ല. മുസൽമാൻ വെച്ചത് കൊണ്ട് ഭക്ഷണം കഴിക്കില്ല എന്നോ അവൻ്റെ അടുത്ത് പോയി കഴിക്കില്ല എന്നോ അങ്ങനെയൊന്നുമില്ല. പക്ഷേ ഈ സാധനം സ്റ്റിക്കർ ഒട്ടിച്ച് കൊണ്ടുവന്ന, അല്ലെങ്കിൽ ഈ ഭക്ഷണത്തിൻ്റെ മുമ്പിൽ വന്നിട്ട് ഹലാലാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കഴിച്ചുവിടുമെന്ന് പറയും, അത്രേ ഉള്ളൂ. ഓ ഇത് അടിപൊളിയാട്ടോ, ഒരു രക്ഷയില്ല, ഭയങ്കര ടേസ്റ്റ്. ആരാണ് ഇതിൻ്റെ ഓണർ എന്ന് എനിക്കറിയില്ല, അയാളെ പ്രത്യേകിച്ച് ഒരു അഭിനന്ദനം കൊടുക്കുകയാണ്. പറഞ്ഞൊന്നുമില്ല, നല്ല രസത്തിൽ ഇത് ഉണ്ടാക്കിയാണ്. നിങ്ങളുടെ ഈ ഒരു എന്താ പറയുക, ഇത് എന്തെങ്കിലുമൊക്കെ ചേർക്കുന്നുണ്ടാവുമെന്ന് എനിക്കറിയാം, ബട്ട് അത് അതിൻ്റെ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. ഇതിപ്പോൾ ഒറിജിനൽ നീരാണോ എന്ന് ചോദിച്ചാൽ എനിക്ക് പറയാൻ പറ്റില്ല, ബട്ട് നിങ്ങൾക്കേ പറയാൻ പറ്റില്ല, ആർക്ക്, ഇതിൻ്റെ ഓണർക്ക്. പക്ഷെ താങ്കൾ ചെയ്തിരിക്കുന്ന ഈ ഒരു എന്താ പറയുക, കൂട്ട് എന്നൊക്കെ പറയില്ല നമ്മൾ, അത് കറക്റ്റാണ്. ഒരു പൊടിക്ക് അങ്ങോട്ടും ഇല്ല, ഒരു പൊടിക്ക് ഇങ്ങോട്ടും ഇല്ല, കറക്റ്റ് മീറ്ററിലാണ് വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് കുടിക്കുമ്പോൾ ഒരു പ്രത്യേക സുഖം ഫീൽ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. ആ തരിപ്പൊക്കെ ഉണ്ടല്ലോ, ഇളനീരിൻ്റെ ഒപ്പം കിട്ടാറില്ല. കാരണം ഈ ഇളനീര് ഫ്രഷായിട്ട് തെങ്ങുമെന്ന് പറിച്ച ഉടനെ തന്നെ വെട്ടി കുടിക്കുമ്പോഴാണ് അതിൻ്റെ ആ ഒരു തരിപ്പ് ഫീൽ ചെയ്യാം. അല്ലാതെ ഈ വഴിവാക്കിൽ കൊണ്ടുവന്ന് കിട്ടുന്ന
ഇളനീരിൽ നമുക്കത് കിട്ടാറില്ല. കാരണം എന്താ വെച്ചാൽ അത് 1-2 ആഴ്ചയ്ക്ക് ആയതാണ്, അതുകൊണ്ടാണ് അതിൽ, വേറെ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അതിന് നമുക്ക് ആ ഫീല് വരില്ല. പക്ഷേ ഇത് എനിക്ക് നല്ല ഫീൽ ചെയ്യുന്നുണ്ട്. എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ ഇത് നിങ്ങൾ നിർത്തരുത്. ഞാൻ പറയുമ്പോൾ ഒരിക്കലും നിർത്തരുത്. കാരണം ഇതിന് മുമ്പ് ഇളനീര് ഇതുപോലത്തെ വെള്ളം കൊണ്ടുവന്നവരൊക്കെ നിർത്തിയിട്ടുണ്ട്. താങ്കൾ ഇത് നിർത്താതിരിക്കട്ടെ. താങ്കൾ, ഞാൻ പറയുമ്പോൾ ഇത് ഭയങ്കര ആശ്വാസമായിരിക്കും ചൂട് കാലത്ത്. ഈ കൊക്കക്കോള പെപ്സിയെ കുടിക്കുന്ന ആളുകൾ നേരെ ഇതിലോട്ട് തിരിഞ്ഞോളും. താങ്കൾക്ക് ഞാനിതിൽ നല്ലൊരു ഭാവി കാണുന്നുണ്ട്. ഇത് 50 രൂപയുടെയാണ്. ഇനി ഇത്തിരി കൂടി വലുതൊക്കെ ഉണ്ട് തോന്നുന്നു, അവിടെ കണ്ടായിരുന്നു ഞാൻ. നമുക്കിപ്പോൾ ഇത് മതിയല്ലോ എന്ന് കരുതി വാങ്ങിച്ചാണ്. അത് മാത്രമല്ല ടേസ്റ്റ് കൂടി നോക്കണല്ലോ. സൂപ്പർ. എൻ്റെ മക്കൾക്ക് നല്ല വാങ്ങിക്കൊടുക്കണം. അടിപൊളിയാണ്. ഇപ്പോൾ എല്ലാവരും തന്നെ ഇത് കണ്ട, ഇതാണ് ഇതിൻ്റെ കമ്പനി ട്ടാ, കണ്ടില്ലേ? അപ്പോൾ ആരും മറക്കണ്ട, ഇളനീർ കൂൾ. മറ്റേ കെമിക്കലിൻ്റെ സ്മെല്ലൊന്നുമില്ല. സൂപ്പർ. ഓരോ വായിൽ വരുന്ന ഓരോ തുള്ളിക്കും രുചിയുണ്ട് കേട്ടോ. അതൊരു പ്രത്യേക ടേസ്റ്റ്. സമ്മതിച്ചാൽ എനിക്കിഷ്ടമായി. ഞാൻ അതിൻ്റെ ഫാനായിപ്പോയി. ഇത് കൂടുതൽ കുടിച്ചാൽ കിഡ്നി വല്ലതും പോകുമെന്ന് എനിക്കറിയില്ല. എന്തായാലും ഞാനിതിൻ്റെ ഒരു ഫാനായി പോയി എന്ന് വേണം പറയാൻ. വാങ്ങിക്കും, ഇനി വാങ്ങിച്ചടിച്ചുകൊണ്ടേയിരിക്കും. നന്നാവട്ടെ.